ചന്ദ്രനിൽ വെച്ച് ഗലീലിയോയുടെ തൂവലും ചുറ്റുകയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം യൂജിൻ സെർനാൻ. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിലെ രാത്രി ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം മാഗ്മ സമുദ്രം. ഒരു വർഷത്തിൽ ചന്ദ്രൻ എത്ര തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു? ഉത്തരം 13 തവണ. ചന്ദ്രന്റെ പേരുള്ള ദിവസം ഏതാണ്? ഉത്തരം തിങ്കൾ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ? ഉത്തരം ഭൂമി. അമ്പിളിയമാവ താമര കുമ്പിളിലെന്തുണ്ട് എന്ന പ്രശസ്തമായ നാടകഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. നിലയില്ലാ കായലിൽ തുഴയില്ലാതോടുന്ന കൊച്ചുതോണി ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഉത്തരം ചന്ദ്രക്കല. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ലാറ്റിൻ പേര് എന്താണ്? ഉത്തരം ലൂണ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേര്? ഉത്തരം സെലനോളജി. ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം സെലനോഗ്രാഫി. സെലനോഗ്രാഫിയുടെ പിതാവ് ആരാണ്? ഉത്തരം ജൊഹാൻ സ്രോട്ടൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡ്. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ്? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്? ഉത്തരം 59%. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം ഏതാണ്? ഉത്തരം ലൂണ 3. ഒരു ചാന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? ഉത്തരം 29.5 ദിവസം. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല വലുതാകുന്ന പ്രതിഭാസം? ഉത്തരം വൃദ്ധി. പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല ചെറുതായി വരുന്ന പ്രതിഭാസം? ഉത്തരം ക്ഷയം. ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന 2ാമത്തെ പൂർണ്ണചന്ദ്രനെ അറിയപ്പെടുന്ന പേര്? ഉത്തരം നീലചന്ദ്രൻ അല്ലെങ്കിൽ ബ്ലൂ മൂൺ. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ അടുക്കുന്ന പ്രതിഭാസം? ഉത്തരം സൂപ്പർ മൂൺ. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം? ഉത്തരം പെരിജി. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം? ഉത്തരം അപ്പോജി.
ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം 1/81. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം എന്താണ്? ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കാരണമാണ് ആകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ചന്ദ്രനിൽ ഒരു സ്ഫോടനം ഉണ്ടായാൽ ഭൂമിയിൽ ആ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം ചന്ദ്രനിൽ വായു ഇല്ലാത്തതിനാലാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം ഏതാണ്? ഉത്തരം ക്രീപ്പ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്? ഉത്തരം റിഗോലിത്. ചന്ദ്രനിൽ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം ഏതാണ്? ഉത്തരം മരിയ. ചന്ദ്ര ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ടെറേ. ചന്ദ്രനിൽ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശത്തെ അറിയപ്പെടുന്ന പേര്? ഉത്തരം ഹൈലാൻഡ്സ്. ചന്ദ്രനിലേക്ക് തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ഉത്തരം ബെയ്ലി ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം ഏതാണ്? ഉത്തരം അരിസ്റ്റാർക്കസ്. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഉത്തരം മോൺസ് ബ്രൂക്ക്. ചന്ദ്രനിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? ഉത്തരം മോൺസ് ഹൈഗൻസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ലൂണ 2 1959. ചന്ദ്രനിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച പേടകം ഏതാണ്? ഉത്തരം ലൂണ 16. അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേര്? ഉത്തരം അപ്പോളോ. മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച ആദ്യ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 8. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം മൈക്കൽ കൊളിൻസ്. അപ്പോളോ 11നെ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം ഏതാണ്? ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം അമേരിക്കൻ സ്വദേശിയായ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാല് കുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം അമേരിക്കക്കാരനായ എഡ് ആൾഡ്രിൻ. മാഗ്നിഫിസന്റ് ഡിസൊലേഷൻ, ദ ലോങ് ജേർണി ഹോം ഫ്രം ദ മൂൺ, മെൻ ഫ്രം എർത്ത് ഈ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം എഡ് ആൾഡ്രിൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗത്തെ അറിയപ്പെടുന്ന പേര്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്?
ഉത്തരം നീലാം സ്ട്രോങ്.